ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചാമ്പയുടെ ഒരു എയർ ലെയറിംഗ് ആണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാമ്പയാണ് എടുത്തിരിക്കുന്നത്. ഈ ചാമ്പയുടെ ഈ കമ്പിലാണ് നമ്മൾ എയർ ലെയറിംഗ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന്, ഇത് 5 വർഷം പഴക്കമുള്ള ഒരു ചാമ്പയാണ്. ഈ ചാമ്പയുടെ ഒരു കമ്പ് നമുക്ക് പെട്ടെന്ന് മുളപ്പിച്ചെടുത്ത് അത് എങ്ങനെ കായ്പ്പിച്ചെടുക്കാം, അതാണ് ഈ വീഡിയോയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഈ എയർ ലെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഈ കാണുന്ന ഈ കമ്പാണ് നമ്മൾ എയർ ലെയറിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ കമ്പിൻ്റെ ഈ കാണുന്ന ഭാഗത്ത്, ഇപ്പം ഞാൻ കൈകൊണ്ട് കാണിക്കുന്ന ഈ ഭാഗത്ത് ഒരു 1 ഇഞ്ച് വീതിയിൽ നമ്മൾ ചുറ്റുവട്ടം, ഈ കമ്പിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ എടുത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് റൗണ്ടിൽ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഏകദേശം 1 ഇഞ്ച്, കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല, ഏകദേശം 1 ഇഞ്ച് കണക്കാക്കി നമ്മൾ ചുറ്റുവട്ടം ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് മേലെയും താഴെയും മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് താത്തി ചെയ്യരുത്, മേലെ പൊക്കി ചെയ്യരുത്. കാരണം ഇതിൻ്റെ അടിവശത്തെ കമ്പ് വേണം നമുക്ക് വേര് വന്നു കഴിയുമ്പോൾ എടുത്തിട്ട് കൊണ്ട് വേറെ എവിടെയെങ്കിലും നട്ടു വെക്കുന്നതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേലെ സൈഡ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്ത് നല്ലപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പീസായിട്ട് പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലേഡ് വെച്ചിട്ട് മരത്തെ നല്ലപോലെ കൊള്ളിച്ച് മാർക്ക് ചെയ്യാം. അപ്പം മേലെ സൈഡും താഴെ സൈഡും നല്ലപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കിയെടുക്കാം. ഇപ്പം മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മെല്ലെ പീസാക്കി ചെറിയ പീസാക്കി പൊളിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് വിലങ്ങനെ കീറിയിട്ട് ഒന്ന് ഓരോ പീസായിട്ട് മുറിച്ചെടുക്കാം. കാരണം ഒറ്റ പൊളിച്ച് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഓരോ ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ച് ചെറിയ പീസുകളായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ ഓരോ പീസായിട്ട് എല്ലാം അടത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതിന് മേലെ സൈഡിൽ കൂടി ചെറിയൊരു ലെയർ കൂടി തോലിൻ്റെ ഇരിപ്പുണ്ട്. അതൊന്ന് നല്ലപോലെ ഒന്ന് ചിരണ്ടിക്കളയുക. 2 സൈഡും മാർക്ക് ചെയ്ത് ഒന്ന് ചിരണ്ടി കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ നാര് പോലെ ഒരു നാരുകൾ കിട്ടും. ആ നാരും എടുത്ത് കളഞ്ഞ് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കുക. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ 3 സൈഡും മൊത്തം വട്ടം മുഴുവൻ അതുപോലെ ഒന്ന് ചിരണ്ടി ക്ലിയർ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ തോല് പൊളിക്കലിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നീട് നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ചെറുതായിട്ട് നനവുള്ള ഒരു ചകിരി ഈ പൊളിച്ച ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചകിരി എടുക്കുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ആ ചകിരി എടുക്കുന്നതും കൂടെ നോക്കി, ചകിരി എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഉരച്ച് ക്ലീൻ ആക്കാനുള്ളതെല്ലാം ക്ലീനാക്കി നല്ലപോലെ ഒന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. മരത്തിൻ്റെ അവിടെയുള്ള ചെറിയ നാരുകൾ പോലും എടുത്ത് പോയിട്ടുണ്ട്. കൃത്യമാക്കി എല്ലാം ക്ലിയറായി. ഇനി ഇത് സാധാരണ ഒരു ചകിരി, സാധാരണ ഉണക്ക ചകിരിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നല്ലപോലെ പറിച്ചെടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് 2 ദിവസം മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നതാണിത്. കാരണം ഇതിനകത്ത്, ഈ ചകിരിക്കകത്ത് ഒരു കെമിക്കലുണ്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കെമിക്കൽ പോവുകയും ആ കെമിക്കൽ എല്ലാം പോയ നല്ല ചകിരി കിട്ടുകയും ചെയ്യും. ഇത് കടയിൽ വാങ്ങാൻ കിട്ടും. കടയിൽ വാങ്ങുമ്പോൾ ഈ കുഴപ്പങ്ങളൊന്നുമില്ല, നേരിട്ട് ഉപയോഗിക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന ചകിരിയാണെങ്കിൽ ഇങ്ങനെ 2 ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുത്ത് ഒരു ചെറിയ നനവോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത്, ഈ തോല് പൊളിച്ച ഭാഗത്ത് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇതെല്ലാം ചകിരിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനിയിപ്പം നമുക്ക് അതിലോട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുത്ത് ഇങ്ങനെ ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വെള്ളം തുള്ളികൾ വരുന്ന ഭാഗത്തിന് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് ഈ ചകിരി നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് ഈ കട്ട് ചെയ്ത് തോല് എടുത്ത് കളഞ്ഞ ഭാഗത്ത് നല്ലപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ചുറ്റിയിട്ട് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വള്ളി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ചുറ്റി വെക്കാം. ഇനി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് മേലോട്ട് ലാമിനേഷൻ ഷീറ്റ് കവർ ചെയ്താൽ മാത്രം മതി. ഇരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്ലാസ്റ്റിക് വള്ളിയോ എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റായിട്ട്
വെച്ച് കൊടുക്കാം. ഇപ്പം ഇതിൽ കാണുന്നത് പോലെ ആ വെള്ള ഭാഗം മുഴുവൻ കവറിങ് ആയിപ്പോയി. ഇനി കുറച്ച് തിക്കായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കുറച്ച് മേലെ സൈഡിലോട്ട് പോയാലും താഴെ സൈഡിലോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി കുറച്ച് മേലെ ആണെങ്കിലും താഴെ ആണെങ്കിലും കുഴപ്പമില്ല. മാക്സിമം കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഉള്ളിൽ വെച്ചാൽ ഏറ്റവും കറക്റ്റായിരിക്കും. ഇപ്പം അതിൻ്റെ ഉള്ളിലാണ് കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഒന്ന് റഫായിട്ട് ഒന്ന് ലാമിനേഷൻ ഷീറ്റ് ചുറ്റി അതൊന്ന് ഫിറ്റാക്കുക. നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ വെള്ളം കയറാത്ത വിധത്തിൽ ആ ഹ്യൂമിഡിറ്റി അവിടെ നിൽക്കുകയും വേണം. അതുപോലെ നല്ലപോലെ ലാമിനേഷൻ ഷീറ്റ് എടുത്തിട്ട് നല്ലപോലെ കവർ ചെയ്യുക. കാരണം ഇതിനകത്ത് നിൽക്കുന്ന ചെറിയ ഒരു വെള്ളത്തിൻ്റെ ആ ഹ്യൂമിഡിറ്റിയിലാണ് ഇതിൻ്റെ മേലെ സൈഡിൽ മുളകൾ വരികയും ആ മേലെ സൈഡിൽ വരുന്ന മുളകൾ 35 ദിവസം 40 ദിവസം കഴിയുമ്പം 35 ദിവസം മുതൽ 45 ദിവസത്തിനുള്ളിൽ ഇപ്പം നമ്മൾ ആ ചകിരി വെച്ചിരിക്കുന്ന ആ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ വേരുകൾ വരും. വേരുകൾ വരുന്നത് ആ ഭാഗത്ത് വേരുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിവശത്തു നിന്ന് നമ്മൾ കട്ട് ചെയ്യുകയും ആ കട്ട് ചെയ്ത് വേറെ ഒരു സ്ഥലത്ത് കൊണ്ട് ഫിറ്റ് ചെയ്യുകയും ചെയ്ത് കഴിയുമ്പം ഈ മരത്തിലുണ്ടായിരിക്കുന്ന കായ്കളും കിട്ടും. അത് ഒരു സെപ്പറേറ്റ് മരമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇത് ഒരു 45 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഈ ചാമ്പ ഒന്ന് കുഴിച്ചു വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ഈ കമ്പിൻ്റെ താഴെവശത്ത് ഒരു 10 സെൻറ്റിമീറ്റർ താഴെ ഒരു 5 ഇഞ്ച് താഴെ വെച്ചിട്ട് ഇത് വെട്ടിയെടുത്തിട്ട് ആ വേരുകൾ ഒന്നും ഡാമേജ് ആകാതെ വേരുകൾ മുകളിൽ വരുന്ന ഭാഗത്തിൽ മണ്ണിൻ്റെ തൊട്ട് അടിയിൽ വരുന്ന ഭാഗത്തിന് നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ചെടിയായിട്ട് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിന് എത്രത്തോളം കായുണ്ടോ ആ കാകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി പെട്ടെന്ന് പൂത്ത് കാ കിട്ടുകയും ചെയ്യും. പേരയും ചാമ്പയും എല്ലാം ഇതുപോലെയാണ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് ഭാഗവും നല്ല പോലെ ടൈറ്റാക്കി ചകിരിയെല്ലാം നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് നല്ലപോലെ വെള്ളം കയറാതെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ലാമിനേഷൻ ഷീറ്റ് വെച്ച് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചാമ്പയുടെ എയർ ലെയറിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ലാമിനേഷൻ ഷീറ്റ് ഒന്ന് സേഫ്റ്റിക്ക് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ എയർ ലെയറിങ്ങിൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ. ഗുഡ് ലക്ക്.